ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അപ്പോൾ ചില്ലി ചിക്കൻ്റെ അനിയനായിട്ട് വരും കേട്ടോ, കാരണം അത്ര പെർഫെക്ഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏട്ടൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സവാള എടുത്തിട്ട് നടുക കീറി അതിങ്ങനെ ഓരോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നന്നായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ അതിനുള്ളിൽ ആ കുരു എടുത്ത് കളയുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഫുള്ള് ഏട്ടനാണ് കുക്കിങ്, അപ്പോൾ ആളോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ക്യാപ്സിക്കം തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവിടെ പോയിട്ട് ചിക്കൻ നന്നാക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെക്കാൻ ബാക്കിയുള്ളത് പിന്നേക്ക് വെക്കാമെന്നുള്ളൊരു ഇതിലാണ് എടുത്തത്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചതയ്ക്കാതെ ഇട്ടിടുന്നത് കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നുണ്ട്. അതിന് ശേഷം പച്ചമുളകും റൗണ്ടിലാക്കിയിട്ടൊന്ന് അരിയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം സോസും കോൺഫ്ലവറും ചില്ലി സോസും കൂടിയിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമ്മളൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ ചിക്കന്. അതൊന്ന് അവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ വേഗം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചിക്കൻ ചെറിയൊരു രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും സെറ്റായിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുത്തു. ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. അപ്പം സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളകും സവാളയും ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ സോസിൽ കിടന്നിട്ടാട്ടോ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് മൂക്കേണ്ടത്. വലിയ വേവാൻ പാടില്ല. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു. അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇതിക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സോസ് കിടന്നിട്ടാണ് ഈ ഒരു ചിക്കൻ നല്ലപോലെ വഴണ്ട് വെന്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ഉണ്ടാലും വിചാരിച്ചാൽ എന്തായാലും ഉഷാറായി. അപ്പോൾ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക്